എവിടെ പോയാലും നമ്മുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. ഞങ്ങൾ ഈ ക്യാമറ ഒക്കെ കൈകാര്യം ചെയ്യുന്നവരായതുകൊണ്ടാ. ഇപ്പൊ തന്നെ വളരെ ചെറിയ ക്യാമറകൾ പോലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എവിടെ വേണമെങ്കിലും ഒളിപ്പിച്ചു വെക്കാനും പറ്റും. അങ്ങനെ ഒരെണ്ണം നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ. തെറ്റിദ്ധരിക്കണ്ട. അല്ല, അങ്ങനെ ഒരെണ്ണം അവിടെ ഇല്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിട്ടാ ഞാൻ കയറി നോക്കിയത്. സത്യമാണോ? സത്യമാണ്. എന്റെ അമ്മയാണ് സത്യം. എന്റെ പ്രൊഫഷനാണ് സത്യം. വിശ്വസിക്കാമോ? വിശ്വസിക്കാം, 100% വിശ്വസിക്കാം. പക്ഷേ ഇവിടെ നിന്നല്ല, എവിടെ ചെന്നാലും ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ തന്നെ വേണം. ഇപ്പൊ തന്നെ തന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക കെയർ ഉള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ കയറി നോക്കിയത്. പിന്നെ ആ ഇൻ ബിറ്റ്വീനിലുള്ള സ്പേസിന്റെ കാര്യം, അത് പിന്നെ മറുപടി കവിതയായിട്ടായാലും മതി, അർത്ഥം ഞാൻ വായിച്ചു മനസ്സിലായിക്കോളാം. എന്നെ ഡ്രോപ്പ് ചെയ്യാം ഒരിടം വരെ. പിന്നെന്താ? Cmax Digital Optical Store, Tuscan Arcade, near Taluk Office Junction, Kollam. മുന്നോട്ട് നോക്കി വണ്ടി ഓടിച്ചാ കൊള്ളാം, അല്ലെങ്കിൽ ഞാനിവിടെ ഇറങ്ങിക്കോളാം. ഞാൻ താൻ കരുതുന്ന പോലെ ഒരാളല്ല. അതിന് ഞാനൊന്നും കരുതിയില്ലല്ലോ. അല്ല, സാധാരണ ഈ ക്യാമറാമാൻ എന്നൊക്കെ പറയുമ്പോ ചിലർക്ക് ചില തെറ്റായ ധാരണകളൊക്കെ ഉണ്ട്. ദർശനെ കുറിച്ച് എനിക്ക് തെറ്റായ ധാരണയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ കാറി കയറി വരില്ലല്ലോ. അത് ശരിയാ, ഞാനത് ഓർത്തില്ല. അതെ, ഞാൻ വിച്ചെന്ന് വിളിച്ചോട്ടെ? അയ്യടാ, അതെന്റെ അച്ഛൻ വിളിക്കുന്ന പേരാ. മറ്റാരും അങ്ങനെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, വിളിക്കുന്നില്ല, പ്രശ്നം അവസാനിച്ചു. പിന്നെ ഞാൻ എന്തു വിളിക്കും? തൽക്കാലം എനിക്ക് നല്ലൊരു പേരുണ്ട്, അതങ്ങ് വിളിച്ചാ മതി. ദർശൻ വണ്ടി ഓടിക്ക്. സ്ഥലം ഇത് ആരുടെ വീടാ? വാ, അതൊക്കെ ഞാൻ പറയാം. ഇത് ഏതാ ഈ കുളവയറം? അങ്ങനെയൊന്നും പറയല്ലേ. വിച്ചുവിന്റെ ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇതാ ഞാൻ പറഞ്ഞ ആള്. അതെയോ? ഹലോ. ഹലോ. ആള് വില്ലിങ് ആണോ? പ്രൊഫഷൻ അതല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാ പിന്നെ കുഴപ്പമില്ല. പക്ഷേ തന്റെ വീട്ടിൽ അച്ഛനോട് സംസാരിക്കണ്ടേ? അദ്ദേഹം സമ്മതിക്കുവോ? അത് കുഴപ്പമുണ്ടാവില്ല, ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചു. എന്നാ ഓക്കെ. അപ്പൊ പിന്നെ ശനിയാഴ്ച ഉച്ചയ്ക്ക് കാണാം നമുക്ക്. ശരി സർ. ഓക്കെ. അതെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്തോ ഇത്ര പെട്ടെന്ന്? എനിക്കും വീട്ടുകാരൊക്കെ ഉള്ളതല്ലേ, അവരോടൊക്കെ ആലോചിക്കണ്ടേ? അതിന് വീട്ടുകാരോട്ട് ആലോചിക്കാൻ ഇതെന്താ കല്യാണം മറ്റാണോ? അപ്പൊ അല്ലേ? ഷോ, എന്റെ മാഷേ, വാ ഞാൻ പറഞ്ഞുതരാം. സർ, ആദ്യമായിട്ടാണ് അവളിങ്ങനെ എന്റെ അടുത്ത് നിന്ന് അകന്ന്. വിഷമിക്കണ്ട, ഞാനല്ലേ കൂടെയുള്ളത്. പിന്നെ ഇത് അവൾ പഠിക്കുന്ന സോഷ്യൽ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതാ. വിചാരിക്കുന്നത് പോലെ എല്ലാം കിട്ടുകയാണെങ്കിൽ അത് അവൾക്ക് തന്നെയല്ലേ നല്ലത്. ഇത് ഒരു രാത്രി കൊണ്ട് തീരൂല്ലേ സാർ? പിന്നെ ആദിവാസികളുടെ കോളനിയിൽ ഒന്ന് ചെല്ലുക, ഷൂട്ട് ചെയ്യുക, തിരിച്ചു പോരുക, അത്ര തന്നെ. വിഷമമുണ്ടോ? കണ്ണടച്ച് തുറക്കും മുമ്പ് ഞാൻ ഇങ്ങെത്തില്ലേ? ഒന്ന് ചിരിച്ചേ വിശ. അച്ഛന്റെ മോള് പോയിട്ട് വാ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. വാ മോളെ, കേറ. എന്നാ ശരി അച്ഛാ. ഞാൻ കയറാം മോളെ. പതിമൂന്നും 14 വയസ്സുള്ള പല പെൺകുട്ടികളും 1ഉം 2ഉം കുട്ടികളുടെ അമ്മമാരാണ്. അവർക്കിടയിലുള്ള ആണുങ്ങൾ മാത്രമല്ല സാർ, പുറത്തുനിന്ന് പോലും പല ആൾക്കാരും അവിടെ എത്തുന്നുണ്ട്. ഭൂരിഭാഗം ആണുങ്ങളും മുതിർന്ന സ്ത്രീകളിലേറെയും കഞ്ചാവിന്റെയും ചാരായത്തിന്റെ ലഹരിയിലാണ് ജീവിക്കുന്നത്. ഇതിൽ കാണുന്നതിനേക്കാൾ കഷ്ടമാണ് സാർ അവരുടെ അവിടുത്തെ അവസ്ഥ. ചില പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുന്നത് ഭക്ഷണം കിട്ടാതെയാണ്. സമ്പൂർണ്ണ സാക്ഷരതയും ഉയർന്ന ജീവിത നിലവാരവും അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിലാണ് സാർ ഇതൊക്കെ. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വിഷയം മെട്രോയും മോണോറെയിലും ആയിരുന്നു. അതിനിടയിൽ സാധാരണക്കാരനെ കുറിച്ച് ചിന്തിക്കാൻ ആർക്കാടോ സമയം? ഈ വീഡിയോയും നിങ്ങളെയും ഞാൻ കണ്ടിട്ടില്ല.